മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കി തട്ടിപ്പിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളാണ് പിടിക്കപ്പെട്ടത്. ആഗോള സംഗമം നടന്ന ആ ദിവസം മുഖ്യമന്ത്രിയുടെ പമ്പ ഗസ്റ്റ് ഹൌസിലെ താമസത്തിന് മാത്രം 2 ലക്ഷം രൂപയാണ് ചിലവായത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഇതുവരെ ചെയ്യാത്ത രീതിയിലേക്കുള്ള ആഡംബരമായിരുന്നു പിണറായിയുടേത്. പിണറായി തമ്പുരാൻ നടന്നു പോകുന്ന ഗസ്റ്റ് ഹൌസിന്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവതാനി വിരിക്കാൻ മാത്രം ചിലവായത് 16,000-ഓളം രൂപയാണ്. വേദിയിൽ VIP ഭക്ഷണത്തിനായി ചിലവായത് 30,000 രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യമന്ത്രിക്ക് മണിക്കൂറുകൾ മാത്രം ഉറങ്ങാനായി ഗസ്റ്റ് ഹൌസിലേക്ക് കട്ടിലും മെത്തയ്ക്കുമായി 1,11,365 രൂപ ചിലവാക്കി. അതിനു പുറമെ കോർണർ സോഫയ്ക്ക് 65,000 രൂപയാണ് പൊടിപൊടിച്ചത്. പമ്പ ഗസ്റ്റ് ഹൌസിലേക്ക് വാങ്ങിയ സാമഗ്രികൾ ദേവസ്വം സ്വത്തായി മാറ്റി എന്ന് പറയുമ്പോഴും അത് എങ്ങോട്ട് മാറ്റിയെന്നതിൽ വ്യക്തതയില്ല. അടിച്ചു മാറ്റിയതാകാനാണ് സാധ്യത. അതിനു പുറമെ ടാക്സി സംവിധാനത്തിനായി 10,5 ലക്ഷം രൂപ ചെലവായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. പമ്പയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ ഡീസലിന് മാത്രമായി 7,5 ലക്ഷം രൂപ ചെലവായി. ഇതൊന്നും യഥാർത്ഥത്തിൽ ചെലവാക്കിയതല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് വാങ്ങുന്ന ഓരോ സാധനത്തിനും കൂടുതൽ ബില്ല് ചെയ്യിപ്പിക്കുകയും ബാക്കി വരുന്ന തുക അടിച്ചെടുക്കുന്നതാണ് പതിവ് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം അറിയാതെ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അത് നടത്തിയവന്റെ തല കാണില്ല എന്നിരിക്കെ ഇതെല്ലാം വ്യക്തമായി കണക്ക് കൂട്ടി കേസെടുക്കുന്ന ഏജൻസിയെ ഏൽപ്പിച്ചാൽ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതുകൂടാതെ വലിയ തട്ടിപ്പെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നന്ദഗോവിന്ദം ഭജൻസ് പമ്പയിൽ നടത്തി എന്ന് പറഞ്ഞ് പണം കട്ടെടുത്തതാണ്. നടക്കാത്ത ഭജനയുടെ പേരിൽ നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തെന്നും ബില്ലിൽ പറയുന്നു. അവർ മുഖ്യമന്ത്രിക്കൊപ്പം തട്ടിപ്പിന് കൂട്ടുനിന്നോ എന്നറിയില്ല. ഇനി അവരെ പിടിച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ തട്ടിപ്പ് പുറത്തുവരും. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പമ്പയിൽ പ്രധാന വേദിയിൽ നന്ദഗോവിന്ദം ഭജൻസ് ഭജന നടത്തിയെന്നാണ് രേഖയിൽ പറയുന്നത്. എന്നാൽ അന്ന് നന്ദഗോവിന്ദം ഭജൻസ് പമ്പയിലോ ശബരിമലയിലോ ഭജന നടത്തിയിട്ടില്ല. അന്ന് നടന്നത് ഭക്തിഗാന സദസ്സായിരുന്നു. പ്രധാന വേദിയിൽ ഭക്തിഗാന സദസ്സ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നു. ഈ പരിപാടിയടക്കം കലാപരിപാടിക്ക് വകയിരുത്തിയത് 2 ലക്ഷം രൂപ. എന്നാൽ ഈ ഗായക സംഘത്തിന് പണം കൊടുത്ത ബില്ല് ഓഡിറ്റിന് സമർപ്പിച്ചിട്ടില്ല. അതുപോലെ വിജയ് യേശുദാസ്, വീരമണി തുടങ്ങിയവരുടെ പാട്ട് പരിപാടിയുടെ കണക്കും പരിസരത്ത് പോലുമില്ല. അയ്യപ്പ സംഗമ ദിവസം വൈകിട്ടാണ് ഈ ഗായകർ അയ്യപ്പഗാന മേള അവതരിപ്പിച്ചത്. അവർക്ക് പണം നൽകിയതിന്റെ കണക്കും ഇല്ല. അങ്ങനെ 10 കോടിയിലധികം രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായത്. എന്നാൽ വിവിധ ആവശ്യങ്ങൾക്കായി ഇതുവരെ കൊടുത്തു തീർത്തത് 6,64 ലക്ഷം രൂപയാണ്. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4,35 ലക്ഷം രൂപയുമാണ്. അത് ദേവസ്വം ബോർഡിന്റെ തലയിലായി. അതായത് ഈ ദൂർത്തടിച്ച കാശ് പുഴുങ്ങാനുള്ള പരിപാടിയാണ് പിണറായി വിജയന്റെ ഈ അയ്യപ്പ സംഗമം എന്ന് മനസ്സിലാക്കിയ ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ പരിപാടിക്ക് 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റേതോ സർക്കാരിന്റേതോ ആയ പണം ചെലവാക്കരുത് എന്നുള്ളത്. അങ്ങനെ ഇല്ലെന്നും എല്ലാം സ്പോൺസർ പണമാണെന്ന് പറഞ്ഞാണ് കോടതിയിൽ മന്ത്രി അടക്കമുള്ളവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ സ്പോൺസർ ചെയ്ത പണവും പിരിച്ചു കാണും. അതും കീശയിലാക്കിയതായിട്ടാണ് സംശയം. ഏതായാലും ദേവസ്വം ബോർഡിന്റെ 3.5 കോടി പോയി. അത് അങ്ങേയറ്റം കോടതി വിരുദ്ധമാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യിച്ചതാണ്. അതുകൊണ്ട് 2 മാസം കഴിഞ്ഞ് UDF സർക്കാർ വന്ന് അന്വേഷിച്ചാൽ പിണറായി വിജയന് ജയിൽ ഉറപ്പാണ്.